എന്താ ചെയ്യുന്ന ചേച്ചി? ജോലി ചെയ്യുന്നുണ്ടോ? ജോലിയൊന്നുമില്ല, ഞാൻ വീട്ടില് തയ്ക്കും കുറച്ചൊക്കെ. ആണോ? പിന്നെ അതിന്നൊക്കെ എന്ത് കിട്ടാനാ ചേച്ചി? കാര്യമായിട്ട് ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ ചേച്ചി പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട്? പഠിത്തം എന്ന് പറഞ്ഞാല് ഞാൻ പഠിച്ചോണ്ടിരുന്നപ്പോ കല്യാണം കഴിച്ചേ. അപ്പൊ അതുകൊണ്ട് പിന്നെ പഠിത്തത്തിൽ മിടിക്കായിരുന്നു, പക്ഷെ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് പാർട്ടിയിലാണ്, വലിയ പാർട്ടിയുടെ നേതാവാ. ഏത് പാർട്ടിയില്? DDT. DDTയോ? അങ്ങനെ ഒരു പാർട്ടി? ലോക്കൽ പാർട്ടി ആയിരിക്കും. അതെ, ഡൽഹിയിലൊക്കെ ഉള്ളതാ. അപ്പുക്കുട്ട സാറിന് കേട്ടിട്ടില്ലേ? ഇല്ല. കുട്ട സാറോ? ലോക്കൽ നേതാവായിരിക്കും. അല്ലാണ്ട് ഈ മന്ത്രിമാരൊക്കെ നമുക്കറിയാന്നുള്ള ഇവർക്ക് മന്ത്രി വേണ്ടാന്ന് വെച്ചിട്ടാ. അവർക്ക് മന്ത്രിനെ കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടാന്ന് വെച്ചിട്ട്, അവർക്ക് അങ്ങനെ അഴിമതിനോട് താല്പര്യമില്ലാത്ത പാർട്ടി ആയതുകൊണ്ട് അങ്ങനെ. ചേച്ചി ഈ തയ്യലൊക്കെ വിട്ടിട്ട് നല്ല എന്തെങ്കിലും ജോലി നോക്ക്, വേറെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, ഇങ്ങോട്ട് വരുമോ അമ്മാവൻ? അല്ല, നമുക്ക് അങ്ങോട്ട് പോകാം. പോട്ടെ. എന്താ പറ്റിയേ? ഈ പ്രായത്തിന്റെ ഓരോ എടുത്തു കേട്ടോ. അതന്നെ, സ്വന്തം വരുമാനം അനുസരിച്ചല്ലേ നമ്മൾ ഓരോന്നൊക്കെ ചെയ്യാ. ഇത് മറ്റുള്ളവരുടെ ഓരോന്ന് കണ്ടിട്ട് അതിലും വലുതാവണമെന്ന് കരുതിയിട്ട് 50 ലക്ഷം ഉറുപ്പ്യ ലോൺ എടുത്തിട്ട് വീട് കെട്ടി. എന്നാ വല്ല അറിയണ തൊഴിൽ ചെയ്താൽ പോരെ. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഒരു പരിചയമില്ലാത്ത ബിസിനസ്സിന് ഇറങ്ങിയിട്ട് അതും പൊളിഞ്ഞ് ഇപ്പം വരുമാനവും ഇല്ല. 5 മാസമായി ഇത്ര ബാങ്കിൽ അടവടച്ചിട്ട് ജപ്തി ചെയ്യാൻ പോവാ. അല്ല, അപ്പൊ ഈ കൊച്ചിന് ജോലി ഉണ്ടെന്നാണ് പറഞ്ഞത്. ആർക്ക്? ഈ കൊച്ചിനാ? ആ കൊച്ചിന് ജോലി കൂലിയൊന്നും ഇല്ല. അവൾക്ക് വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്നാ രക്ഷപ്പെട്ടില്ലേ? അല്ല, ഞാൻ ജോലി ഒരു 2-3 സ്ഥലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞായിരുന്നു. നല്ല വല്ല ജോലി വേണമെങ്കിൽ ഇവിടെ ക്ലീറ്റോ ചേട്ടനോട് പറഞ്ഞൊന്ന് വേണം ശുപാർശ. അത് ശരിയാ. ക്ലീറ്റോ രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടുള്ള ആളാ. അങ്ങനെ ജോലിയുടെ കാര്യം എന്തെങ്കിലുമൊക്കെ ശരിയാവണമെങ്കിൽ അവനോട് ചോദിച്ചാൽ മതി. അവൻ റെക്കമെൻഡ് ചെയ്തിട്ട് ശരിയാക്കി വരും കേട്ടോ. ജോലി കിട്ടി അവന് കുറച്ചൊരു സഹായം ആവുമേ. ഈ അവസ്ഥയിൽ ഒരു ജോലിയൊക്കെ ഉള്ളത് നല്ലതാ. കുടുംബത്തിന് പിന്നെ ഒരു അത്താണിയാവും. അതാ പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞറിയാം, ഈ മുടങ്ങി കിടക്കണ 3-4 മാസത്തെ അടവടച്ചാലേ ബാങ്ക് പിന്നെ ഒരു 5-6 മാസത്തിന് അടവിടില്ല. അത് ശരിയാ. ആ സമയത്ത് ഈ വീട് കിട്ടണ കാശിനാണ്ട് വിൽക്കുക. എന്നിട്ടൊരു ചെറിയ വീടൊക്കെ വെച്ച് ബാക്കി കാശ് കൊണ്ട് ബാധ്യതയൊക്കെ തീർക്കാം. വേണമെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിൽ താമസിച്ചോളാൻ പറ. ഫ്ലാറ്റോ? അയ്യോ, അത് വലുതല്ലേ ചേച്ചി, ഇവർക്ക് ചെറുതല്ലേ വേണ്ടത്. അല്ല, വലിയ ഫ്ലാറ്റിലൊന്നും അവർക്ക് താമസിക്കാൻ പറ്റില്ല. അവർ കിട്ടുന്ന കാശിന് ഇതുപോലെ എവിടെയെങ്കിലും ഒരു ചെറിയ ഓടുവര മേടിച്ചിട്ട് ബാക്കി കാശ് കൊണ്ട് കടമൊക്കെ വിട്ടിട്ട് ഈ ഗിരിജയുടെ പണ്ടവും അപ്പം എടുത്തു കൊടുക്കാന്നാ പറഞ്ഞു. അതെ, ഞാനെന്നാ ഗിരിജോട് പറയാം കേട്ടോ. എന്നിട്ട് അത് 2 ലക്ഷം കൊണ്ട് കൊടുന്നു തരാൻ പറയാം. ശരി. ഓ ശരി. ഗിരിരാജാ, എടാ ഇരുന്നിരുന്ന് വയസ്സുകാലത്ത് നീ ഒരു പെണ്ണിനെ കെട്ടാൻ പോയി. പെണ്ണ് കെട്ടിക്കൊണ്ടുവന്നു. ആദ്യം കുടുംബം നോക്കിയിട്ട് വേണം പെണ്ണ് കെട്ടാനുള്ളത്, അറിയാമോ? ആണോ, അവരിവിടെ ഒന്ന് എന്തൊക്കെ പൊങ്ങത്തരമാണോ പറഞ്ഞത്? എടാ, കുടുംബത്തിൽ പറഞ്ഞവരാരെങ്കിലും അന്യ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പൊങ്ങത്തരം പറയുമോ? ഞാനൊരു വയസ്സാണെന്നുള്ള യാതൊരു ഇതും അവർക്കില്ലായിരുന്നു. ഒരു വീട്ടു വേലക്കാരിയെ കാണുന്ന കട എന്നെ കണ്ടത്. പിന്നെ നമ്മൾ കുടുംബത്തിൽ പറഞ്ഞവരായതുകൊണ്ട് ഞാൻ ഒരു അക്ഷരം മിണ്ടിയില്ല. അല്ലെങ്കിൽ 2നെ അടിച്ച് ഞാൻ. അല്ല തങ്കാവോ, നീ അതിലിടയ്ക്ക് ഏതൊരു ഫ്ലാറ്റിന്റെ കാര്യം പറഞ്ഞു കേട്ടല്ലോ. അത് ഞങ്ങൾക്ക് വഴുതക്കാട് ഒരു ഫ്ലാറ്റ് ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റിന്റെ അപ്പുറത്തുള്ളത്. അവളിപ്പോ പുതിയതായിട്ട് വാങ്ങിച്ചത്.